കൊല്ലം കൊറ്റങ്കര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മൊബൈൽ വെളിച്ചത്തിൽ രോഗികൾക്ക് കുത്തിവെപ്പ്. വൈദ്യുതി മുടങ്ങിയാൽ രക്തപരിശോധനയും കുത്തിവെപ്പ് നടത്തുന്നത് മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണ്. വൈദ്യുതി ഇല്ലെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തുന്നില്ല എന്നാണ് പരാതി. കൊല്ലം പേരൂരിൽ പ്രവർത്തിക്കുന്ന കൊറ്റങ്കര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് സംഭവം. മൊബൈൽ വെളിച്ചത്തിൽ രോഗികളെ ചികിത്സിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. രോഗികളോടൊപ്പം എത്തുന്ന കൂട്ടിരിപ്പുകാരും ആശുപത്രി ജീവനക്കാരും മൊബൈൽ വെളിച്ചം കാണിച്ചാണ് കുത്തിവയ്ക്കുന്നതും രക്തം പരിശോധനയ്ക്ക് എടുക്കുന്നതും. 2 മാസത്തോളമായി വൈദ്യുതി മുടങ്ങിയാൽ ഇതാണ് സ്ഥിതിയെന്ന് ചികിത്സയ്ക്കെത്തുന്നവർ തന്നെ പറയുന്നു. അങ്ങനെ കാഷ്വാലിറ്റിയിലൊന്നും ഒരു പൊടിയും വെട്ടമില്ല. ഒരു ഇൻവെർട്ടർ ഉള്ളതെന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്യത്ത് പോലും ഇല്ല. ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു പൊടി വെട്ടമില്ല. എന്റെ മോനെ ക്യാനില ഇടണമായിരുന്നു, ട്രിപ്പ് ഇറക്കാനും ഇഞ്ചക്ഷൻ എടുക്കാനും ഒക്കെ. അത് നമ്മുടെ മൊബൈലിനകത്തുള്ള വെട്ടമൊക്കെ അടിച്ചു കൊടുത്താണ് നമ്മൾ അവിടെ ചെയ്തത്. മൊബൈലിന്റെ വെട്ടം എന്നൊക്കെ പറയുമ്പോൾ എത്രയെന്ന് പറഞ്ഞാലും സൂചി കയ്യിൽ നരമ്പിൽ കയറ്റുമ്പോഴത്തേക്ക് അതൊക്കെ റിസ്ക് ഉള്ള കാര്യമല്ലേ. അന്ന് ഇഞ്ചക്ഷനുള്ള കുഞ്ഞുങ്ങൾക്ക് വാക്സിനുള്ള ദിവസമായിരുന്നു. കൊച്ചുങ്ങളും മൊത്തം അവിടെ കരച്ചിലും ബഹളവും. അന്ന് ഒരുപാട് പേര് തല ചുറ്റി വീണും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അന്ന് മൊത്തം ഇതാ കറണ്ടില്ലാത്ത വിഷയം കൊണ്ട് അവിടെ മൊത്തം അങ്ങ് റിസ്ക് ആയിരുന്നു അന്ന്. കഴിഞ്ഞ ദിവസം 10 മണിയോടെ പോയ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് പുലർച്ചെയാണ്. ഇൻവെർട്ടർ തകരാറിലായ വിവരം പലതവണ പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ നടപടിയുണ്ടായില്ല. വൈദ്യുതി ഇല്ലാത്ത നേരം ഇവിടെയുള്ള രോഗികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതേസമയം ആശുപത്രിക്ക് വേണ്ടി ഉടനടി ഒരു ഇൻവെർട്ടർ കൂടി വാങ്ങാൻ തീരുമാനിച്ചതായാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം. ജനം, കൊല്ലം.